സിറിയയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് സജീവമാക്കിയിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ ജൂലാനി എന്ന് പറയുന്ന സർക്കാർ സംവിധാനം ഏറെക്കുറെ ശക്തി ക്ഷയിച്ചവരും അമേരിക്കയുടെ പാവയായിട്ട് പ്രവർത്തിക്കാവുന്ന തരത്തിൽ അത് മെരുങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തരുന്ന റിപ്പോർട്ട്. ആസാദ് രാജ്യം വിട്ടു പോയതിനു ശേഷം വിമതപക്ഷത്തിൻ്റെ നേതാവായിട്ടാണ് ജുലാനി അധികാരത്തിൽ പ്രവേശിക്കുന്നത്. അതിന് ജുലാനി എന്ന് പറഞ്ഞാൽ ഭീകരവാദ നേതാവായിട്ട് അമേരിക്ക തലക്ക് $10 മില്യൺ പ്രഖ്യാപിച്ച വ്യക്തിയാണ്. പിന്നീട് ജുലാനി അധികാരത്തിൽ വരാൻ വേണ്ടി വലിയ പിന്തുണ നൽകിയതും ഇതേ അമേരിക്ക തന്നെയാണ്. ഇതേ ജുലാനിയെ സൗദി അറേബ്യയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുകയും ആ രാജ്യത്തിന് വലിയ സാമ്പത്തിക സഹായം നൽകും എന്നുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഭീകരവാദി മതേതരവാദിയാകുന്നു, രാഷ്ട്ര നേതാവാകുന്നു, പിന്തുണ നൽകുന്നു. അങ്ങനെ ഒരു കാലത്ത് ഭീകരവാദ പ്രഖ്യാപിക്കപ്പെട്ട ആളൊക്കെ പെട്ടെന്ന് മാറുന്നത് സ്വാഭാവികമാണ്. അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളുമാണ് ഒരു വ്യക്തിയെ ഭീകരവാദിയാക്കണോ അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഈ സിറിയയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അത്ര ഗുണപരമായിരിക്കുന്ന കാര്യമല്ല, സന്തോഷം നൽകുന്നതല്ല. പല പ്രദേശങ്ങളുടെയും സർവാധിപത്യം പിടിച്ചെടുക്കുന്ന തരത്തിൽ ഇസ്രായേൽ സൈന്യം മുന്നേറുന്നുണ്ട്. അതിന് സർവ്വ പിന്തുണയും അമേരിക്ക നൽകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പറയുന്നത് സുവൈദ നഗരത്തിൻ്റെ അല്ലെങ്കിൽ സുവൈദ പ്രദേശത്തിൻ്റെ ഏറെക്കുറെ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയുടെ കൈവശത്തിലാണ് എന്ന തരത്തിലാണ്. അതിനൊരു പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സിറിയയുടെ സൈന്യം ഇങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അവരുടെ ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളൊന്നും ഈ പറയപ്പെട്ട സുവൈദ ജില്ലയിലേക്ക് പ്രവേശിക്കാനേ പാടില്ല. അതിൻ്റെ കാര്യം ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കർക്കശമായിരിക്കുന്ന നിലപാടെടുത്തത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡ്രൂസ് വിഭാഗവും തമ്മിൽ ഒരു കലാപം നടക്കുന്നു. കലാപത്തോടനുബന്ധിച്ച് 600 പേർ കൊല്ലപ്പെടുന്നു. 100 മുതൽ 200 വരെ ഈ ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത്. അതിനാൽ അവരെ സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു. ഇസ്രായേൽ അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഇസ്രായേൽ സർക്കാരിൻ്റെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുകയും വലിയ മരണകാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ പറയുന്ന കാര്യം സിറിയയുടെ ഏജൻസി പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽപ്പെട്ട വ്യക്തികൾ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. ഈ മേഖല സമ്പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അമേരിക്കയുടെ നിയന്ത്രണം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ നിയന്ത്രണമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈകാരികമായിരിക്കുന്ന വിഷയമാണോ, കമ്മ്യൂണലായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നതിനാൽ അതിന് ലളിതവൽക്കരിച്ചുകൊണ്ട് അമേരിക്കയുടെ നിയന്ത്രണം എന്ന് പറയുന്നു. പക്ഷേ അവിടെ എല്ലാം ആ നിയന്ത്രണത്തിൻ്റെ മേഖല ഏറെക്കുറെ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് എന്നുള്ളതാണ്. ഡമസ്കസിൽ നിന്ന്, സിറിയയുടെ തലസ്ഥാനമായിരിക്കുന്ന ഡമസ്കസിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഏകദേശം 100 കിലോമീറ്റർ ദൂരമാണ് ഈ പറയപ്പെട്ട ഡ്രോസ് ജില്ലയിലേക്ക്, സുവൈദ ജില്ലയിലേക്കുള്ളത്. 90% ഡ്രോസ് കമ്മ്യൂണിറ്റിയാണ്, ആ വിഭാഗമാണ് പ്രവർത്തിക്കുന്നത്. അത് 80,000-ൽ മേലെ ആളുകളുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ജനസംഖ്യയിൽ 8% ക്രിസ്ത്യാനികളും 5% മാത്രങ്ങളും മുസ്ലിങ്ങളുള്ള ഒരു ജില്ലയാണ് ഈ പറയപ്പെട്ട സുവൈദ എന്ന് പറയുന്ന നഗരം. ഈ ബഷർ അൽ അസദ് ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നതോടനുബന്ധിച്ച് അമേരിക്ക ലോകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിലൊന്ന് ആ പ്രദേശത്തിൻ്റെ സർവ്വ മേഖലയും ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് പൂർവാധികം ശക്തിയോടുകൂടി ഭരിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നത് എന്ന തരത്തിലാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അധികാരം മാറിയതിനു ശേഷം പിന്നീട് ഈ മേഖലയിലേക്ക് ഇസ്രായേലിന് കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ വിരിപ്പും ഒരുക്കി കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. അതിലൊന്ന് ആദ്യം തുടങ്ങിയത് ഗോലാൻ കുന്നുമായിട്ട് കേന്ദ്രീകരിച്ചാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗോലാൻ കുന്ന് 3 മേഖലയായിട്ടാണ്. ഒന്ന് സിറിയയുടെ കൈവശത്തിലുള്ളത്, മറ്റൊന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത്, മൂന്നാമതൊന്ന് UN സഭയുടെ കൈവശത്തിലുള്ളത്. UN സഭയുടെ കൈവശത്തിലുള്ളതും സിറിയയുടെ കൈവശത്തിലുള്ളതും ഇസ്രായേൽ പിടിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ ഗോലാൻ കുന്നിൻ്റെ ചെറിയൊരു ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറെക്കുറെ, അതായത് ഗോലാൻ കുന്നിൻ്റെ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 25,000 ഡ്രൂസ് വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഡ്രൂസ് വിഭാഗം എന്ന് പറയുന്ന സമയത്ത് ജൂത വിഭാഗത്തോട്, അവരുടെ ആരാധനയോടും അവരുടെ കർമ്മത്തോടും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അതേ പ്രവൃത്തി ചെയ്യുന്നവരാണ്. അവർ ജൂത വിഭാഗമല്ല, ജൂത വിഭാഗത്തെ പിന്തുടരുന്നതാണ്. അത് ഇതിനു മുൻപ് ഷിയ വിഭാഗത്തിലെ വിമതപക്ഷമായിട്ട് ഒരു കാലത്ത് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കുറച്ച് ആധുനിക കാലത്താണ്.
പിന്നീട് അത് പരിഷ്കരിച്ച് ജൂത വിഭാഗത്തോട് താല്പര്യം കാണിക്കുകയും ആ വിഭാഗത്തെ അനുകരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഡ്രൂസ് വിഭാഗം എന്ന് പറഞ്ഞാൽ അറബ് സംസാരിക്കുന്ന ഈ ഇസ്ലാം വിരുദ്ധരായിരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമായിട്ട് അവർ കണക്കാക്കുക. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര താല്പര്യം. ഡ്രൂസ് വിഭാഗം എല്ലാ പരമാവധി അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ലെബനാനുണ്ട്, സിറിയയിൽ നമ്മൾ പറഞ്ഞു, ഈജിപ്തിലുണ്ട്, പിന്നെ ചില മറ്റ് അറബ് രാജ്യങ്ങളും ഉണ്ട് എന്ന് പറയാം. കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ലെബനാൻ്റെ ഭാഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതൊരു സ്ഥിരീകരണ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും കുറഞ്ഞ ഭാഗം തുർക്കിയിലുണ്ടെന്ന് പറയുന്നു. ഇവരൊക്കെ സംസാരിക്കുന്നത് അറബ് ഭാഷയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിഭാഗങ്ങൾ ഇസ്രായേലിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന അവരുടെ മതവിശ്വാസത്തിൻ്റെ ആചാരകർമ്മങ്ങളൊക്കെ അനുകരിക്കുന്ന വിഭാഗമാണ് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഇവരെ സംരക്ഷിക്കുന്നതോടുകൂടി ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ സിറിയയുടെ രാഷ്ട്രീയ അധികാരത്തിൽ ഇടപെടാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ ഇടപെടൽ നടത്താം. അതിപ്പോൾ നടത്തുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ജുലാനി അധികാരത്തിലേറിയതോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. തങ്ങൾ സിറിയയുടെ ഭരണത്തെ അട്ടിമറിച്ചിരിക്കുന്നു. നീതിരഹിതമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം 5 പതിറ്റാണ്ട്, അതായത് 50 വർഷത്തിലധികം കുടുംബ പാരമ്പര്യമായ രീതിയിലാണ് ഭരണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ രീതിയിൽ അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുള്ള പിന്തുണ തരണം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ മുഖ്യ ശത്രുവാണ്. ഏത് തരത്തിലും അവരെ എതിർക്കുകയും അവരെ പ്രതിരോധിക്കാനും ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആ പ്രവൃത്തിയാണ് നടത്തുക എന്നൊക്കെയായിരുന്നു അധികാരം ഏൽക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് പറഞ്ഞത്. അധികാരം ഏറ്റോടുകൂടി റൂട്ടൊക്കെ മാറി ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാട് എടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ രാജ്യത്തിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും പ്രതിരോധം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജുലാനി അധികാരം ഏറ്റെടുത്തതോടുകൂടി ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ സിറിയക്കകത്ത് പ്രവേശിച്ചുകൊണ്ട് അവിടെയുള്ള പരമാവധി രാജ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വെടിക്കോപ്പുകളും ടാങ്കുകളും അടക്കമുള്ള വലിയ രീതിയിലുള്ള സൈനിക സംവിധാനത്തെ അങ്ങനെ തന്നെ ബോംബിട്ട് തകർത്തു. ഒരാഴ്ച തുടർച്ചയായിട്ട് ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് മേഖലയിലാണ് സിറിയയുടെ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കപ്പെട്ടത്, ഏത് മേഖലയിലാണ് അവരുടെ സൈനികപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഉള്ളത് എന്നതിൻ്റെ രഹസ്യങ്ങൾ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. അത് 2 തരത്തിൽ ആ വിഷയം പറയുന്നുണ്ട്. ഒന്ന്, രാജ്യം വിട്ടുപോയിരിക്കുന്ന ബഷറുൽ അസദ് റഷ്യയിൽ വെച്ച് ഈ കാര്യങ്ങൾ സിറിയക്ക് ഒറ്റുകൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതൊരു വിശ്വസനീയമായ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും അവർ ആ ഭാഗത്ത്, അത് റഷ്യയിൽ സിറിയയുടെ മുൻ സിറിയൻ പ്രസിഡന്റ് താമസിക്കുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ ഇടപെടലുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ചില പ്രാദേശിക റിപ്പോർട്ടുകൾക്ക് പുറത്തു വന്നതാണ്. അതോടനുബന്ധിച്ച് തന്നെ സിറിയയുടെ പ്രസിഡന്റ് തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം രാജ്യം വിട്ടു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒറ്റ പ്രസ്താവന മാത്രമേ ആളുടെ വന്നിട്ടുള്ളൂ, പിന്നീട് പ്രസ്താവന ഒന്നും വന്നിട്ടില്ല. അത് പറയുന്ന കാര്യം എന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയതും രാജ്യം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകിയതും ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് ഇസ്രായേലിനെ അമേരിക്കയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് അത് ഇല്ലാതായി. പിന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പരമാവധി സിറിയയുടെ പ്രദേശങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പിടിച്ചടക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണ്. ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഗസയെക്കുറിച്ചായതുകൊണ്ട് ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച ഇല്ലാത്തതിനാൽ അടിക്കാൻ വേണ്ടിയിട്ട് വലിയ സൗകര്യം ഇസ്രായേലിൽ കിട്ടിയിരിക്കുന്നു. അതിന് വലിയ പിന്തുണ അമേരിക്ക നൽകിയിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക താവളങ്ങളും അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളും സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. റഷ്യയുടേതുണ്ട്, ഇറാൻ്റെതുണ്ട്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നതിനാൽ ഈ മേഖലയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് സാധിക്കുമെന്ന് മാത്രമല്ല, ഇസ്രായേൽ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അന്വേഷിക്കാൻ, സിറിയയുടെ ആഭ്യന്തര വിഷയങ്ങളും നിലവിലെ സാഹചര്യങ്ങളും നിലവിൽ പോകുന്നതും ഇപ്പോഴത്തെ ജനകീയപരമായ രീതി, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളുമെല്ലാം കൃത്യമായ രീതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തെ തന്നെ നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രഹസ്യമായിരിക്കുന്ന പല കാര്യങ്ങളും അതിന് ചോർന്നു പോകുന്നുണ്ട് എന്ന് പറയും. സൈനിക കമാൻഡറിൽപ്പെട്ടവരോ ബന്ധപ്പെട്ടവരോ അവിടുത്തെ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇസ്രായേൽ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് ഇതിന് മുമ്പ് പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടതല്ല. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഡ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നത്. അതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ നിർബന്ധിച്ചതുകൊണ്ട് അമേരിക്ക ആ പ്രവൃത്തി ചെയ്യുകയാണ്. അങ്ങനെ ഏറെക്കുറെ സുവൈദ എന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ച കലാപം ഉണ്ടായിരിക്കുന്ന ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണങ്ങൾ
അമേരിക്കയുടെ കൈവശത്തിലാണ് എന്ന് ചുരുക്കം. നിയന്ത്രണ കൈവശം ഏറ്റെടുത്തതിന് ശേഷം അമേരിക്ക പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സിറിയക്ക് അല്ലെങ്കിൽ സിറിയയുടെ സൈന്യത്തിന് അതിൻ്റെ സുരക്ഷാ സംവിധാനത്തിന് ഈ മേഖലയ്ക്ക് പ്രവേശനം തന്നെയില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രവേശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിലോ തീർച്ചയായിട്ടും വെടിവെക്കുകയും ചെയ്യും. അതിന് സുരക്ഷാ മേഖല, അതിർത്തി വളഞ്ഞുകൊണ്ട് സുരക്ഷാ മേഖല സജീവമാക്കിക്കൊണ്ട് അമേരിക്കയുടെ സൈനികർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കാവലിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾക്ക് ലഭ്യമാകുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം.